കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റഗ്രാം തുറന്നിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഫീഡ് മുഴുവൻ ഇപ്പൊ പാറ്റകളാണ്. എക്സ് തുറന്നാൽ അവിടെ പാറ്റ, റീൽസ് സ്ക്രോൾ ചെയ്താലോ അവിടെ പാറ്റ. എവിടെ നോക്കിയാലും ഒരൊറ്റ ചർച്ച, CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. വെറും ഒരു ഓൺലൈൻ തമാശയായി തുടങ്ങി. അക്കൗണ്ടും തുടങ്ങി വെറും 4 ദിവസം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ BJPയുടെയും കോൺഗ്രസിന്റെയും ഒഫീഷ്യൽ പേജുകളെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ തൂക്കിയെറിഞ്ഞ ആ ഒരൊറ്റ സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പൊ എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലേ ചർച്ച. ഇതിനെ പൂട്ടാനും കൗണ്ടർ ചെയ്യാനും ഓഗെ ജനതാ പാർട്ടി, ഹാപ്പി ജനതാ പാർട്ടി, നാഷണൽ പാരാസൈറ്റിക് പാർട്ടി എന്നിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ പുതിയ പല കൗണ്ടർ ഗ്രൂപ്പുകളും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും CJPയുടെ ഈ കുതിപ്പ് തടയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. വെറും 56 പോസ്റ്റുകൾ കൊണ്ടാണ് ഇവർ ഇന്റർനെറ്റ് ലോകം കീഴടക്കിയത്. നിലവിൽ 14 മില്യണിലധികം ആളുകളാണ് ഇൻസ്റ്റയിൽ കോക്രോച്ചിനെ ഫോളോ ചെയ്യുന്നത്. ഓരോ ദിവസവും അതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ചു നോക്കണം, ഇൻസ്റ്റഗ്രാമിൽ കോൺഗ്രസിന് 13 മില്യണും BJPക്ക് 8 മില്യണും ഫോളോവേഴ്സ് ആണ് ഉള്ളത്. വെറും ഒരു തമാശയായി തുടങ്ങിയ ഈ കൂട്ടായ്മ ഇവരെയൊക്കെ കാറ്റിൽ പറത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എവിടെ നിന്നാണ് ഈ പാർട്ടികളുടെ തുടക്കമെന്ന് നോക്കാം. മടിയന്മാരും എപ്പോഴും ഓൺലൈനിൽ സമയം ചെലവഴിക്കുന്നവരും തൊഴിലില്ലാത്തവരുമായ യുവാക്കൾക്ക് വേണ്ടിയുള്ള പാർട്ടി. ഈ ഒരു ടാഗ്ലൈനോടെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി പ്രചരണം നേടുന്നത്. വെറും ഒരു സ്പൂഫോ തമാശയോ എന്ന് ചോദിക്കാൻ വരട്ടെ, ഗൗരവമേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ പരിഹാസത്തിലൂടെയും ആക്ഷേപഹാസ്യത്തിലൂടെയും സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ ഒരു വൻ മുന്നേറ്റമാണിത്. സത്യത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ഒരു പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് ഈ ആക്ഷേപഹാസ്യ രാഷ്ട്രീയ മുന്നേറ്റം രൂപീകൃതമാകുന്നത്. കഴിഞ്ഞയാഴ്ച കോടതി നടപടിക്കിടെ അദ്ദേഹം നടത്തിയ പരാമർശം ഇങ്ങനെയായിരുന്നു: യാതൊരു തൊഴിലുമില്ലാത്ത ചില യുവാക്കളുണ്ട്. അവരിൽ ചിലർ മാധ്യമ പ്രവർത്തകരും ചിലർ സോഷ്യൽ മീഡിയ RTI ആക്ടിവിസ്റ്റുകളുമായി സമൂഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ കോക്രോച്ചുകളും പരാന്നഭോജികളുമാണെന്ന്. തൊഴിൽ രഹിതരായ യുവാക്കളെ പാർട്ടികളോട് ഉപമിച്ച ഈ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെച്ചു. തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നും ഇന്ത്യയിലെ യുവാക്കളെ ആകെ ഉദ്ദേശിച്ചല്ല അങ്ങനെ പറഞ്ഞതെന്നും ചീഫ് ജസ്റ്റിസ് പിന്നീട് വിശദീകരിച്ചെങ്കിലും രാജ്യത്തെ ജെൻസി പിള്ളേർ ഇതിനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല. വ്യവസ്ഥിതി തങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയുടെ ശക്തമായ ശബ്ദമായി ഇത് മാറി. കോക്രോച്ച് അഥവാ പാറ്റ എന്നത് വെറും ഒരു പ്രാണിയല്ല, മറിച്ച് ഏത് കഠിനമായ സാഹചര്യത്തിലും ചത്തുപോകാതെ നിലനിൽക്കുന്ന അതിജീവനത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതീകമായാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവർ തങ്ങളുടെ സ്ലോഗൻ പ്രഖ്യാപിച്ചു: എ പൊളിറ്റിക്കൽ ഫ്രണ്ട് ഓഫ് ദി യൂത്ത്, ബൈ ദി യൂത്ത്, ഫോർ ദി യൂത്ത്. ഈ ഡിജിറ്റൽ മൂവ്മെന്റ് തുടങ്ങിയത് അഭിജിത് ദിബ്കെ എന്ന 30 വയസ്സുകാരനായ ഒരു യുവാവാണ്. പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയ ഈ യുവാവ് നിലവിൽ US-ലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് വിദ്യാർത്ഥിയാണ്. പൂനെയിൽ നിന്നാണ് അദ്ദേഹം ജേർണലിസത്തിൽ ബിരുദം നേടിയത്. അഭിജിത്തിന്റെ രാഷ്ട്രീയ യാത്രയും കൗതുകകരമാണ്. 2020 മുതൽ 2023 വരെ ആം ആദ്മി പാർട്ടിയിലെ സോഷ്യൽ മീഡിയ ടീമിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ദീപ്കെ 2024 AIP വിട്ടത്. വിദേശത്ത് ജോലിക്കായി അപേക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്താണ് യുവാക്കൾക്കെതിരെ ഉയർന്ന ഈ സുപ്രീം കോടതി പരാമർശം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പലരും അതിനെ വെറുതൊരു വാർത്തയായി കണ്ടപ്പോൾ അഭിജിത്ത് അതിനെ ഒരു തലമുറയ്ക്ക് നേരെ നടന്ന അപമാനമായി കണ്ടു. അങ്ങനെ പ്രതിഷേധ സൂചകമായി അദ്ദേഹം എക്സിൽ ഒരു അക്കൗണ്ട് ആരംഭിച്ചു. ഒപ്പം തന്നെ ഇൻസ്റ്റ, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലും കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ അദ്ദേഹം അക്കൗണ്ട് തുടങ്ങി. പിന്നീട് വോയിസ് ഓഫ് ദ ലേസി ആൻഡ് അൺഎംപ്ലോയിഡ് എന്ന ടാഗ്ലൈനോടെ മെയ് 16 തങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റും ആരംഭിച്ചു. ഗാന്ധി, അംബേദ്കർ, നെഹ്റു എന്നിവരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മതേതര കൂട്ടായ്മയാണിത്. ഈ പാർട്ടിയിൽ അംഗമാകാൻ സാധാരണ രാഷ്ട്രീയ പാർട്ടികളെ പോലെ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. യോഗ്യതകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പൂർണ്ണമായും തൊഴിൽ രഹിതരായിരിക്കണം. വലിയ കുഴിമടിയന്മാരോ മടിച്ചുകളോ ആയിരിക്കണം. ഒരു ദിവസം കുറഞ്ഞത് 11 മണിക്കൂറെങ്കിലും ഓൺലൈനിൽ ചെലവിട്ട വ്യവസ്ഥിതിയെ ശക്തമായി വിമർശിക്കാൻ കഴിവുള്ളവരായിരിക്കണം. ഈ വെബ്സൈറ്റിലൂടെ ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് യുവാക്കളാണ് തങ്ങളുടെ പിന്തുണ അറിയിച്ച ഫോമുകൾ വഴി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
തമാശയായി തോന്നിപ്പിക്കുന്ന പേജാണെങ്കിലും ഇവർ തങ്ങളുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള 5 ഇന മാനിഫെസ്റ്റോ വളരെ ഗൗരവമേറിയ രാഷ്ട്രീയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ ചെയ്യുന്ന ആ 5 കാര്യങ്ങൾ ഇവയാണ്. വിരമിക്കലിന് ശേഷം ഒരു ചീഫ് ജസ്റ്റിസിനും രാജ്യസഭാ സീറ്റ് നൽകില്ല. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ. ഏതെങ്കിലും സംസ്ഥാനത്ത് സാധുവായ വോട്ട് ഇല്ലാതാക്കപ്പെട്ടാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ UAPA പ്രകാരം അറസ്റ്റ് ചെയ്യും. പാർലമെന്റിന്റെ അംഗബലം വർദ്ധിപ്പിക്കാതെ തന്നെ സ്ത്രീകൾക്ക് 50% സംവരണവും എല്ലാ ക്യാബിനറ്റ് സ്ഥാനങ്ങളുടെയും 50% സംവരണവും നടപ്പാക്കും. അംബാനിയുടെയും അദാനിയുടെയും ഉടമസ്ഥതയിലുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും ലൈസൻസുകൾ റദ്ദാക്കി സ്വതന്ത്ര മാധ്യമങ്ങൾക്ക് വഴിയൊരുക്കും. കൂറുമാറ്റം നടത്തുന്ന MLA-മാരെയും MP-മാരെയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്നും 20 വർഷത്തേക്ക് വിലക്കും. തൃണമൂൽ കോൺഗ്രസ് MP-മാരായ മഹുമ മൊയ്ത്ര, കീർത്തി ആസാദ്, പ്രശസ്ത മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ തുടങ്ങിയ പ്രമുഖരും ഈ ഡിജിറ്റൽ കൂട്ടായ്മയെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പാർട്ടികളുടെ വിളയാട്ടം സോഷ്യൽ മീഡിയയിൽ കൂടിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കുട്ടിക്കാലത്തെ നമ്മുടെ ജനപ്രിയ കാർട്ടൂൺ പരമ്പരയായ ഓഗി ആൻഡ് ദി കോക്രോച്ചസ് എന്ന ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഇൻസ്റ്റഗ്രാമിൽ ഒരു പുതിയ പേജും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതാണ് ഓഗി ജനതാ പാർട്ടി. നിലവിൽ നെറ്റിസൺസ് ഏറ്റെടുത്ത ഈ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഡിജിറ്റൽ തമാശ യുദ്ധത്തിൽ OJP മുന്നോട്ട് വയ്ക്കുന്ന 5 പ്രധാന കാര്യങ്ങൾ നമുക്കറിയാം. ഒന്നാമത്തേത് രാഷ്ട്രീയ ബന്ധ ആരോപണങ്ങൾ. CJP സ്ഥാപകനായ അഭിജിത് ദീക്കയ്ക്ക് ആം ആദ്മി പാർട്ടിയുമായുള്ള രാഷ്ട്രീയ ബന്ധം OJP തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പുറത്തുവിട്ടു. മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് 2024 അഭിജിത്ത് പങ്കുവച്ച ഒരു പഴയ ട്വീറ്റും OJP ഇതിനായി തെളിവായി ഉയർത്തിക്കാട്ടുന്നു. രണ്ടാമത്തേത് പാർട്ടിയുടെ ലക്ഷ്യം. OJPയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രകാരം അവരുടെ പ്രധാന ലക്ഷ്യം എല്ലാത്തരം പ്രാണികളെയും പാറ്റകളെയും കൊന്നൊടുക്കുക എന്നതാണ്. തൊഴിലില്ലായ്മയുടെ ലക്ഷണമെന്ന് വിമർശനം. ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു കൊളാഷ് പങ്കുവെച്ചുകൊണ്ട് അവർ കുറിച്ചത് ഇങ്ങനെയാണ്: വാളിന്റെ മൂർച്ചയാൽ രൂപപ്പെട്ട ഒരു രാജ്യത്തെ യുവാക്കൾ തങ്ങളെ പാറ്റകൾ എന്ന് വിളിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നു. ഇത് രാജ്യത്തെ കടുത്ത തൊഴിലില്ലായ്മയുടെ ലക്ഷണമാണ്. മൃഗസംരക്ഷണ മാനിഫെസ്റ്റോ. വളരെ ഗൗരവമേറിയ ഒരു 6 ഇന ആനിമൽ റൈറ്റ്സ് മാനിഫെസ്റ്റോയാണ് OJP പുറത്തിറക്കിയിരിക്കുന്നത്. തെരുവ് മൃഗങ്ങൾക്ക് സൗജന്യ ചികിത്സ, മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരതയ്ക്കെതിരെ കർശന നിയമങ്ങൾ, കൂടുതൽ ഷെൽട്ടറുകൾ എന്നിവ ഇതിൽപ്പെടുന്നു. ഇതിനായി വെള്ള കുർത്തിയും പൈജാമയും ധരിച്ച് മൃഗങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഓഗിയുടെ പോസ്റ്ററും ഇവർ പങ്കുവച്ചിട്ടുണ്ട്. അടുത്തതായി നീറ്റ് പരീക്ഷാ വിവാദവും പിന്തുണയും. ഗാഢമായ സാമൂഹിക വിഷയങ്ങളിലും തങ്ങൾ നിലപാട് വ്യക്തമാക്കുമെന്ന് OJP തെളിയിക്കുന്നു. നീറ്റ് പേപ്പർ ചോർച്ചാ വിവാദത്തിൽ ഇരകളായ വിദ്യാർത്ഥികൾക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് OJP മാസ്കോട്ട് ഉൾപ്പെടുത്തിയ പോസ്റ്ററുകൾ പങ്കുവച്ചിട്ടുണ്ട്. തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയോടെ അല്ല പ്രവർത്തിക്കുന്നതെന്നും ഇവർ ഇൻസ്റ്റഗ്രാം ബയോയിൽ കുറിച്ചിട്ടുണ്ട്. ഭരണ സംവിധാനങ്ങളിൽ നിരാശരായ ആളുകൾക്കുള്ള ഒരു പ്രസ്ഥാനമായാണ് CJP കോക്രോച്ച് ജനതാ പാർട്ടി സ്വയം അവതരിപ്പിക്കുന്നത്. എന്നാൽ ഈ പ്രസ്ഥാനത്തിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് പിന്നിൽ ആഴത്തിലുള്ള ഘടനാപരമായ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ആഴ്ചകളിൽ ഉണ്ടായ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച, പരിഹാരമില്ലാത്ത തൊഴിലില്ലായ്മ, പൊളിറ്റിക്കൽ പ്രിവിലേജ്, സമ്പത്തിലും വരുമാനത്തിനുമുള്ള അസമത്വം, മുതലാളിത്തം എന്നിവയെല്ലാം യുവാക്കളുടെ ഉള്ളിൽ കടുത്ത ദേഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ച ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളാണ് ഒരൊറ്റ പേപ്പർ ചോർച്ചയിലൂടെ തകർന്നടിഞ്ഞത്. ഈ കടുത്ത നിരാശയാണ് ഒരു വലിയ പ്രതിരോധ തരംഗമായി മാറിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട അപ്രതീക്ഷിത തോൽവിയോടെ രാജ്യത്തെ പ്രതിപക്ഷ ക്യാമ്പുകൾ വലിയ ചിന്താക്കുഴപ്പത്തിലാണ്. പരമ്പരാഗത രാഷ്ട്രീയ തന്ത്രങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് കോൺഗ്രസ് MP ശശി തരൂരിന്റെ ഏറ്റവും പുതിയ അഭിമുഖവും അതിലെ നിരീക്ഷണങ്ങളും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ കോടിക്കണക്കിന് യുവാക്കളെ ആകർഷിച്ച കോക്രോച്ച് ജനതാ പാർട്ടി വെറും ഒരു ഇന്റർനെറ്റ് തമാശയല്ലെന്നും മറിച്ച് രാജ്യത്തെ ഭരണകൂടത്തിനെതിരെയുള്ള യുവാക്കളുടെ കടുത്ത നിരാശയുടെയും പുകയുന്ന ജനരോക്ഷത്തിന്റെയും പ്രതിഫലനമാണെന്നുമാണ് തരൂർ വ്യക്തമാക്കുന്നത്. യുവാക്കൾക്ക് തങ്ങളുടെ അമർഷം രേഖപ്പെടുത്താൻ ജനാധിപത്യപരമായ മറ്റു വേദികൾ ഇല്ലാതെ വരുമ്പോഴാണ് ഇത്തരം ആക്ഷേപഹാസ്യ കൂട്ടായ്മകൾ പെട്ടെന്ന് തരംഗമാകുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത ദ്രാവിഡ പാർട്ടികളെ തള്ളിപ്പറഞ്ഞ യുവാക്കൾ പുതിയ ബദലുകളെ സ്വീകരിച്ചത് രാജ്യത്ത് നിലനിൽക്കുന്ന അസ്വസ്ഥതയുടെ തെളിവാണ്. നിലവിലുള്ള വ്യവസ്ഥയോട് പൂർണ്ണമായും കലഹിക്കുന്ന ഒരു ജെൻസി വോട്ടർമാരുടെ വലിയൊരു നില രാജ്യത്തുണ്ടെന്നും എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോക്രോച്ച് ജനതാ പാർട്ടി പോലുള്ള കൂട്ടായ്മകളുടെ വെബ്സൈറ്റുകൾ കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്ത് പൂട്ടാൻ ശ്രമിക്കുന്നത്
ജനാധിപത്യ വിരുദ്ധവും വിഡ്ഢിത്തവുമാണെന്നും യുവാക്കളുടെ ഈ എനർജിയും ദേഷ്യത്തെയും കൃത്യമായി ഉൾക്കൊള്ളാനും അതിനെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് ചാനലൈസ് ചെയ്യാനും പ്രതിപക്ഷത്തിന് സാധിക്കണമെന്നും തരൂർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ ശക്തമായ വിമർശനങ്ങളെയും യോജിപ്പുകളെയും ഭയന്ന് അധികാരികൾ ഓൺലൈൻ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഇവരുടെ ആദ്യ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ തടഞ്ഞു വെച്ചെങ്കിലും ഒട്ടും വൈകാതെ പുതിയ അക്കൗണ്ട് തുടങ്ങി അവർ കളം നിറഞ്ഞു കഴിഞ്ഞു. തങ്ങളെ നിശബ്ദരാക്കാനാകില്ലെന്നാണ് കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ പക്ഷം. പേജിനും വെബ്സൈറ്റിനും പുറമെ AI ഉപയോഗിച്ച് ഒരു ഗാനം വരെ കോൺഗ്രസ് പാർട്ടി ഇപ്പൊ പുറത്തിറക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ ആകർഷകരായി പാറ്റ മുഖംമൂടി ധരിച്ച യമുന നദി വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക സാമൂഹിക പ്രവർത്തനങ്ങളിലും യുവാക്കൾ ഏർപ്പെടുന്നുണ്ട്. ബീഹാറിലെ ബംഗീപൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജനതാ പാർട്ടി തങ്ങളുടെ ആദ്യ അംഗത്തിനൊരുങ്ങുന്നുവെന്നും ആദ്യത്തെ വെർച്വൽ ജൻസി കൺവെൻഷൻ നടത്താനുള്ള പദ്ധതിയിലാണ് കോൺഗ്രസ് ജനതാ പാർട്ടി എന്നും റിപ്പോർട്ടുകളുണ്ട്. 2012 ഡൽഹിയിൽ കയ്യിൽ ചൂലുമായി വന്ന സിസ്റ്റം മാറ്റണമെന്ന് പ്രഖ്യാപിച്ച പ്രസ്ഥാനം പിന്നീട് അവിടെ ഭരണം പിടിച്ച ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. ഒരു ദശാബ്ദത്തിന് ശേഷം ഇന്ന് കോക്രോച്ച് എന്ന പരിഹാസപദം ഒരു തലമുറയുടെ വലിയൊരു പ്രതിഷേധ പ്രതീകമായി മാറുകയാണ്. ഇത് യഥാർത്ഥ രാഷ്ട്രീയ ശക്തിയായി വളരുമോ അതോ സോഷ്യൽ മീഡിയയുടെ മറ്റൊരു താൽക്കാലിക തിരമാലയായി അവസാനിക്കുമോ എന്നത് കാലം തെളിയിക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യൻ യുവാക്കളുടെ ഉള്ളിലെ അസ്വസ്ഥതകൾ ഇപ്പോൾ പരസ്യമായി തുറന്നു പറയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കോക്രോച്ച് പാർട്ടി ഇന്ത്യയിൽ ഗുണം പിടിക്കുമോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.